പട്ടാമ്പി പെരുമുടിയൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം വീണ്ടും തുടങ്ങി. മഴക്കാലം വരുന്നതിന് മുമ്പ് അടിപ്പാത തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ റെയിൽപാളം മുറിച്ചു കടന്നുള്ള അപകടകരമായ യാത്രയ്ക്ക് അടിപ്പാത വരുന്നതോടെ പരിഹാരമാകും. പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് റെയിൽവേ പാളം മുറിച്ചു കടക്കാതെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ ലക്ഷ്യമിട്ടാണ് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നത്. സ്കൂളിന്റെയും പ്രദേശത്തുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാവുന്നത്. കഴിഞ്ഞ വർഷമാണ് റെയിൽവേ 95.36 ലക്ഷം രൂപ ഇതിനായി നീക്കിവെച്ചത്. കഴിഞ്ഞ വേനലിൽ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു. എന്നാൽ മഴ തുടങ്ങിയതോടെ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ പാടത്തെ വിളവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. 14 മീറ്റർ നീളത്തിലാണ് അടിപ്പാതയുടെ നിർമ്മാണം. 1.85 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയും അടിപ്പാതയ്ക്കുണ്ട്. കോൺക്രീറ്റ് ബോക്സ് നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇനി റെയിൽവേ പാളത്തിന് താഴെയുള്ള അടിഭാഗം തുരക്കാനും ക്രെയിൻ വഴി കോൺക്രീറ്റ് ബ്ലോക്സ് തള്ളി അടിയിൽ സ്ഥാപിക്കാനുള്ള പണിയാണ് അവശേഷിക്കുന്നത്. ഇതിനായി താൽക്കാലിക ഗർഡറുകൾ സ്ഥാപിക്കുകയും വേണം. ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ കോൺക്രീറ്റ് ബ്ലോക്സുകൾ സ്ഥാപിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ വർഷങ്ങളായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിവരുന്ന അപകടകരമായ റെയിൽപാളം മുറിച്ചു കടന്നുള്ള യാത്രയ്ക്കും പരിഹാരമാവും. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.